ചുമ്മാ പിന്നെ ഭയങ്കര ട്വിസ്റ്റാണ് അതിൽ. ട്വിസ്റ്റ് കണ്ട് കണ്ട് അവസാനം കഥ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ മികച്ച ഡിസേർവ്ഡ് ആണ്. എടുത്തു പറയേണ്ട കുറേ വിജയമുണ്ട്, അത് മതിയല്ലോ. ബാക്കിയുള്ളവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അത്ര എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് നെഗറ്റീവായിട്ട് എടുക്കാനും പറ്റി, പോസിറ്റീവായിട്ട് എടുക്കാനും പറ്റും. അപ്പോൾ അവന്മാർക്കെല്ലാം ബോറടിച്ച് ഉറങ്ങാൻ വരെ പോയല്ലാണോ? അവര് നെഗറ്റീവ് വിജയ് ഫാൻസ് ആയിരിക്കുമല്ലോ ബ്രോ, നമ്മൾ വിജയ് ഫാൻസ് ആണ്. വിജയ് ഫാൻ എന്നുള്ള രീതിയിലല്ല പറയണത്. പടം എൻ്റെ പൊന്നു എന്തൊരു പടം. അത് നെഗറ്റീവ് പറയാന്നുള്ളവർ പറയും. അണ്ണ അഭിനയിച്ച പടം കിടിലം പടം. വിജയാണ് ഇതിലത്തെ ആള്. അയ്യോ എന്ത് നല്ല പടം, കുഴപ്പമില്ല. നല്ല സിനിമയായിരുന്നു. വിജയ് നല്ല ക്യാരക്ടർ. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതൊക്കെ ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കുറേ ടെസ്റ്റും കാര്യങ്ങളുണ്ട്. അടിപൊളി സിനിമയാണ്. വിജയാണ് ഇതിലത്തെ ആള്. കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല, ഒരുവിധം കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ കൊള്ളാം, படம் நல்லா இருக்கு. ஃபர்ஸ்ட் ஹாப் நல்லா ஃபீலாக இருக்குது, செகண்ட் ஹாப்பு பரவாயில்ல, பார்க்கலாம். കൊള്ളായിരുന്നു, കൊള്ളാം, നല്ല പടം, നല്ല സിനിമ, നല്ല സിനിമ. മികച്ച ഡിസേർവ്ഡ് ആണ്. വിജയ് കാണണം കിടില്ല, വിജയ് കിടില്ല. എടുത്തു പറയേണ്ട കുറേ വിജയമുണ്ട്, അത് മതിയല്ലോ. പൊളി പടം ബ്രോ, എനിക്കിഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. നെഗറ്റീവ് വരുന്നുണ്ട്, ചില സീൻസൊക്കെ പ്രശ്നമാണ്, പക്ഷേ കുഴപ്പമില്ല. വിജയിനെ കുറേ ചെറുതായിട്ട് കാണിക്കുന്നത് പ്രശ്നമാണ്. പടം സെക്കൻഡ് ഹാഫ് അത്ര പോലെയായിരുന്നു, ഫസ്റ്റ് ഹാഫ് പൊളിയായിരുന്നു. 3 മണിക്കൂറാണെന്ന് തോന്നത്തില്ല, ഇത് സാധാ പടം പോലെ. വിജയ് പൊളിയായിട്ടായിരുന്നു. പടം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ചുമ്മാ പിന്നെ ഭയങ്കര ട്വിസ്റ്റാണ് അതിൽ. ട്വിസ്റ്റ് കണ്ട് കണ്ട് അവസാനം കഥ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് ഇറങ്ങണം, അതിനി കാണണം. 3 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. വിജയ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവാണ്. സൂപ്പർ സെറ്റ്, അത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഫുൾ സെറ്റായിരുന്നു വിജയാണ്. ഫുള്ള് കൊള്ളാം, അടിപൊളി പടം. വന്ന് നൈസായിട്ട് കണ്ടിട്ട് പോകാനോ കൊള്ളാം. ബോറാണെന്ന് പറയാൻ പറ്റത്തില്ല, നൈസ് ഷോ. നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ വിജയുടെ ഡബിൾ റോൾ വരുന്നുണ്ടായിരിക്കും, ട്രിപ്പിൾ റോൾ വരുന്നുണ്ട് അവിടെ, അതുകൊണ്ടായിരിക്കും നെഗറ്റീവ് പറയുന്നത്. അല്ലാതെ നൈസ് പടം. 3 മണിക്കൂർ குழப்பமில்ல, സമയം പോകും. படம் நல்லா இருக்குது, சூப்பராக இருக்குது. அப்படி இல்லை, இப்போ இன்ட்ரோலுக்கு முன்னாடி கொஞ்சம் சுமாராக இருக்கும், அதுக்கு பிறகு நல்லா ஸ்பீடாக இருக்கும். விஜய் ஆக்டிங் சூப்பர், அவர் பையனாட்டையும் நடிச்சிருக்காரு, அது சூப்பராக இருக்குது. അമ്മാ കൊള്ളാം, നല്ല പടം. ലാഗ് ഒന്നും വരുന്നില്ല, കുഴപ്പമില്ല, ബോറൊന്നും അടിക്കില്ല, കാണാൻ പറ്റും. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കൊള്ളാം. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസുകാരുടെ പ്രശ്നമാണ്, പക്ഷേ ഫസ്റ്റ് ഹാഫ് നൈസാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാണ്. ക്ലൈമാക്സ് അത്ര ഒറിജിനാലിറ്റി ഒന്നുമില്ല. 3 മണിക്കൂറൊക്കെ ഉള്ളതില്ല ആക്ച്വലി, പക്ഷേ സമയം പോകണം അറിയത്തില്ല. എടുത്തു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് തന്നെ ഉള്ളത്, ഫുൾ 1 മാൻ ഷോ. 3 റോളായിട്ട് വന്നിട്ട് 1 മാൻ ഷോ, അത്രയാണ്. കൊള്ളാം. ബാക്കിയുള്ളവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അത്ര എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് എനിക്ക് നെഗറ്റീവായിട്ട് എടുക്കാനും പറ്റി, പോസിറ്റീവായിട്ട് എടുക്കാനും പറ്റി, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ബ്രോ, ഒരു ആവറേജ് സിനിമയാണ്. ജസ്റ്റ് കുറേ സംഭവങ്ങളുണ്ട്, പക്ഷേ കുറേ നെഗറ്റീവ്സും ഉണ്ട്, അതാണ് പ്രശ്നം. കൺസെപ്റ്റ് ഒക്കെ നല്ല കൺസെപ്റ്റാണ്, പക്ഷേ നെഗറ്റീവ്സ് കൂടിപ്പോയിട്ടാണ് നമുക്ക് മനസ്സിലായി. അത് കുറേ എക്സ്പെക്റ്റേഷൻ വരും. കുറേ നടന്മാരുണ്ട്, പക്ഷേ ആക്ടേഴ്സ് കൂടുതലാണ്, പക്ഷേ അവർക്കൊന്നും വലിയ വർക്കൗട്ടായില്ല. വിജയ് കൊള്ളാം ആസ് യൂഷ്വൽ. അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലാം ഹാർഡ് വർക്ക് അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. കൊള്ളാം, കുഴപ്പമില്ല ബ്രോ. ഞാൻ പോരാ ബ്രോ, വിചാരിച്ച അത്ര വന്നില്ല. ബ്രോ, കാരണം ഉള്ളതില്ല ബ്രോ. എസ്പെഷ്യലി ബീജാണ് ബ്രോ എടുത്തു പറയുന്നത്. കാരണം യുവൻ ശങ്കർ രാജ മ്യൂസിക് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് വേസ്റ്റ് വർക്ക് ഇതായിരിക്കും. പോരാ ബ്രോ, കണ്ടിരിക്കാൻ കുറേയൊക്കെ ബോറടിച്ചു ബ്രോ. കാരണം അവന്മാർക്കെല്ലാം ബോറടിച്ച് ഉറങ്ങാൻ വരെ പോയില്ലാണോ. കാരണം എന്തായാലും പൈസ കൊടുത്തില്ല, കാരണം ഫുൾ ഉണ്ടല്ലേ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല പടം, തീ പടം. പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ സെറ്റ് പടം, ഒന്നും പറയാനില്ല. പിന്നെ കിടില വലിയ പടം, ഒരു രക്ഷയില്ലാത്ത പടം. എനിക്കിഷ്ടപ്പെട്ട പടം, കൊള്ളാം, കുഴപ്പമില്ല, പൊളി. അത്രയും പോസിറ്റീവാണ്, നമുക്ക് ഫുൾ വൈബ് ഉണ്ട് ഇവിടെ വന്ന. ആ ഡബിൾ ആക്റ്റാണ് പൊളി ബ്രോ. സെറ്റ് പടമാണ് ബ്രോ, ഡബിൾ റോഡ് സെറ്റ്. അത് അവര് നെഗറ്റീവ് വിജയ് ഫാൻസ് ആയിരിക്കുമല്ലോ ബ്രോ, നമ്മൾ വിജയ് ഫാൻസ് ആണ്. വിജയ് ഫാൻ എന്നുള്ള രീതിയിലല്ല പറയണത്. പടം എൻ്റെ പൊന്നു എന്തൊരു പടം, കാണണം, മസ്റ്റ് വാച്ച് പടമാണ്. 3 മണിക്കൂർ കാണാനേ ഉള്ളൂ. നമ്മളൊക്കെ ആള് കയറണല്ലോ, അതാണ് മെയിൻ കാരണം. അത് നെഗറ്റീവ് പറയാന്നുള്ളവർ പറയും. നമ്മളണ്ണ അഭിനയിച്ച പടം കിടിലം പടം. പിന്നെ വിജയ് പടം വേണ്ടി തന്നെ, പിന്നെ അല്ല ഹെയ്റ്റേഴ്സ് ആയിരിക്കും പറയണം. എന്തായാലും വിജയുടെ സൂപ്പർ പടം. വിജയുടെ ഡബിൾ റോളായിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്. ഡബിൾ റോളായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിജയ് എന്ന് വെച്ചാൽ ആ മൂവാൻ ക്യാരക്ടർ, എന്ത് സൈക്കോ തര വിജയ് ഇതുവരെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ഒരു പടത്തിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ആ രീതിക്കുള്ള വിജയ്, അത് നല്ല സങ്കടമുണ്ട്. എന്തിനേ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ എടുത്ത ഒപ്പ് എന്തൊരു വലിയ ഒരു രക്ഷയില്ലാത്ത പടം. കൂടുതലും വിജയുടെ ഒരു കാർ നമ്പറിലുണ്ടായിരുന്നു CM 2026 എന്ന് പറഞ്ഞ്. അപ്പം രാഷ്ട്രീയത്തിൽ ഇറങ്ങണതിനെ കുറിച്ചായിരിക്കും ഇത് ചെയ്തിട്ടുള്ള. പിന്നെ മറ്റേ ഡയറക്ടറിൻ്റെ 26ാമത്തെ പടം എന്നുള്ള സ്റ്റേഡിയത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ക മസ്റ്റ് വാച്ച് പടം തന്നെയാണ്.